നമസ്തേ, പ്രീതാസ് ടെല്ലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനും സ്റ്റാർട്ടേഴ്സിനൊക്കെ ഡിപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയൊട്ടും കളയാതെ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം മല്ലിയില കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ചധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കട്ട് മല്ലിയില കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് വലുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മല്ലിയില കുറച്ചധികം വേണം. മല്ലിയില എടുത്ത ഏകദേശം അത്രത്തോളം പുതിനയില എടുത്തിട്ടുണ്ട്. പുതിനയില കഴുകിയതിന് ശേഷം അതിൻ്റെ ഇല മാത്രമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇളം തണ്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. കനുള്ള തണ്ടൊക്കെ മാറ്റി ഇല മാത്രമാക്കിയിട്ട് എടുക്കുക. കുറച്ചധികം മല്ലിയിലയും പുതിനയിലയും ഈ ചട്നിക്ക് ആവശ്യമുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. അതേപോലെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നാടൻ ഇഞ്ചിയാണ്. അപ്പോൾ കനുള്ള ഇഞ്ചിയൊക്കെയാണ്. നാടൻ അല്ലാത്ത ഇഞ്ചിയാണെങ്കിൽ ഇതിലും വലിയൊരു കഷ്ണം എടുത്തോളൂ. നാടൻ ഇഞ്ചിക്ക് നല്ല മണമാണ്. അപ്പോൾ ചെറിയൊരു കഷ്ണം മതി. 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ. ഇനി നമുക്ക് ചട്നി അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഈ എടുത്ത് വെച്ച മല്ലിയിലയും പുതിനയിലയും ഉണ്ടല്ലോ, ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വലുതാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ചെറുതാക്കിയിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. മല്ലിയിലയും പുതിനയിലയും ഇതിലേക്ക് ഇട്ടില്ലേ. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതൊന്ന് രണ്ടാക്കി മുറിച്ചതിന് ശേഷം ഒരു 3-4 പീസാക്കിയിട്ട് ഇതുപോലെ വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി ഈ ഇഞ്ചിയുടെ കഷ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിതൊരു 4 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, ഈ പച്ചമുളക് ഇതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ. ഇത് ആവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ചട്നിയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാമല്ലോ. ഇതിലേക്ക് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. സവാളയൊക്കെ ഉണ്ടാവുകൊണ്ട് അധികം വെള്ളം വേണ്ട. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും പാടില്ല. ഇതേപോലെ വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിവിടെ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അതാ ഞാനിവിടെ വേറൊരു ബൗളിൽ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തീരെ പുളിയില്ലാത്ത തൈരാണ്. ഇതുപോലെ പുളിയില്ലാത്ത തൈരാവണം. തൈര് ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നാട്ടിലെ തൈരൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ തൈരുണ്ടല്ലോ, അതൊന്നും തീരെ പുളിയില്ലല്ലോ. അതുപോലെ തീരെ പുളിയില്ലാത്ത തൈരായിരിക്കണം. ഇപ്പോൾ ഇത് നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച ചട്നി, അരച്ച് വെച്ച ചട്നി ഉണ്ടല്ലോ, അതിന്ന് കുറച്ച് ചട്നി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2-2.5 ടീസ്പൂൺ ചട്നി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചട്നി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്ര വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട, നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി ചട്നിയുടെ ആവശ്യമുണ്ട്. ഞാനിതിലേക്ക് കുറച്ചുകൂടി ചട്നി ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. കുറച്ച് ചട്നി ഉപ്പും കുറവുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ചോറിൻ്റെ കൂടെയും സ്റ്റാർട്ടറിന് ഡിപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചട്നി. അതിൻ്റെ കൂടെ മാത്രമല്ല, ബിരിയാണിയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെയും പിന്നെ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ബൗളിൽ ഇതേപോലെ ചട്നി റെഡിയാക്കിയിട്ട് മുക്കി കുടിക്കലുണ്ട്. അതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടെ പോകുന്ന അടിപൊളി ചട്നിയാണ്. ചട്നി നിങ്ങൾക്ക് ഇതേപോലെ റെഡിയാക്കി വെച്ചാൽ മതി. ആവശ്യത്തിന് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ അപ്പോൾ തൈരിൻ്റെ കൂടെ ഇത് ചേർത്തിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ അടിപൊളി ചട്നി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.